കെട്ടിടം തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. യെസ് ശ്രീജിത്ത്, എന്തായാലും ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത് പ്രാഥമിക വിവരങ്ങളാണ് ആരോഗ്യമന്ത്രി പങ്കുവച്ചത്. അതിനപ്പുറം സർക്കാരിന് വിശദീകരിക്കണേ, കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ അവിടേക്ക് ഉടൻ എത്തുമെന്ന് കരുതാം അല്ലേ? തീർച്ചയായും മന്ത്രിമാരുടെ സംഘം ഇതിനകം തന്നെയുണ്ട്. ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറാണ് അല്പസമയം മുമ്പ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത് പൂർണ്ണമായും അടച്ചിട്ടതാണ്. ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് ചില വാർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്, 10ാം വാർഡ് പോലുള്ളവ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗത്തൊരു ബാത്റൂം ഉണ്ട്. ഒരുപക്ഷെ ഇവരെ ഇതിനുള്ളിലുള്ള ബാത്റൂം എന്ന നിലയിൽ അത് ഉപയോഗിക്കാൻ വന്നവരായിരിക്കാം അപകടത്തിൽപ്പെട്ടത്. എന്തായാലും 2 പേരാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഈ 2 പേരുടെയും പരിക്ക് ഗുരുതരമല്ല. പക്ഷെ അവരുടെ വിശദാംശങ്ങൾ, അവർ ആര്, എവിടെ നിന്ന് ഉള്ളവർ എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത മാത്രമേ വരേണ്ടതുള്ളൂ. ഒരു കാര്യം ഉള്ളത്, അപകടം നിലവിൽ അത് ഗുരുതരമല്ല. ഈ കെട്ടിടത്തിന്റെ ബലക്ഷയമടക്കം ബോധ്യപ്പെട്ട് ഈ കെട്ടിടത്തിൽ നിന്ന് ഈ വാർഡ് പൂർണ്ണമായും ഒഴിവാക്കിയതാണ്. അതിനുശേഷം ഇതിനുള്ളിലുള്ള ബാത്റൂം അവിടെ ഉണ്ടായിരുന്നു, അതും ഫലത്തിൽ അടച്ചിട്ടിരുന്നതാണ്. പക്ഷെ ആരെങ്കിലും സമീപ വാർഡുകളിലുള്ളവർ ഇത് കണ്ടെത്തി മറ്റുള്ളിടത്തെ തിരക്ക് കാരണം ഇവിടേക്കൊക്കെ വന്ന് ഉപയോഗിക്കാൻ എത്തിയതാണോ എന്നുള്ളത് ആണ് ഇപ്പോൾ അവർ സംശയിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഇത് നിലവിൽ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ്, മാറ്റിയിട്ടിരുന്ന കെട്ടിടമാണ്. പക്ഷേ ആ കെട്ടിടം ഇടിച്ചു കളഞ്ഞില്ല. ഒരുപക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങളിലായിരുന്നിരിക്കാം. പക്ഷേ ഇതിനിടയിലാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത്. കാര്യമായ മറ്റ് ആളപായമോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടെ മന്ത്രിമാരുടെ സംഘം എത്തിയിട്ടുണ്ട്. VN വാസവനുണ്ട്. ഒപ്പം മന്ത്രി VN വാസവൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മിനിസ്റ്റർ, ഈ അപകടം മിനിസ്റ്ററിലേക്ക് നമുക്ക് തിരികെ വരാം. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ ചില തകരാറുകളുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു വിഷയമാണ്. കെട്ടിടം തകർന്നു വീണ ദൃശ്യം ഭയപ്പെടുത്തുന്നതാണ്. നിരവധി ആളുകൾ കുടുങ്ങിപ്പോവാൻ ഏറ്റവും തിരക്കേറിയ ഒരു ഇടമാണല്ലോ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ. അവിടെ പക്ഷേ ഇത്തരം കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ ഈ അപകടം നടന്നു എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇത്തരം തിരക്കേറിയ ഒരിടത്ത് ഇങ്ങനെ ഉപയോഗശൂന്യമായൊരു കെട്ടിടം പൊളിച്ചു കളയാതെ എങ്ങനെ നിലനിന്നിരുന്നു എന്ന ചോദ്യം കൂടിയുണ്ട്. പഴയ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. നേരത്തെ തന്നെ ഈ കെട്ടിടത്തിന് ബലക്ഷയ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ബോധ്യപ്പെടുകയും അതനുസരിച്ച് അത് മാറ്റി നിർത്തുകയും ചെയ്തൊരു ഇടം എന്നുകൂടി വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ മന്ത്രിമാരടക്കമുള്ള സംഘം അവിടെ എത്തി അവിടെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഏറെ ഭയപ്പെടുത്തുന്ന, ഏറെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള സംഘം മേഖലാതല അവലോകന യോഗത്തിന് വേണ്ടി കോട്ടയത്തുള്ളപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമാണ്, 14ാം വാർഡ് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഭിത്തി അടക്കം തകർന്നു വീണിരിക്കുകയാണ്. ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ്. 14ാം വാർഡിലെ കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഈ വലിയ അപകടമുണ്ടായത്. ആളപായമൊന്നുമില്ല. ഒരു കുട്ടി ഇതിനകത്ത് അകപ്പെട്ടു പോയിരുന്നു. പക്ഷേ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരാവസ്ഥയില്ല എന്നതാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നു. അതനുസരിച്ച് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി എത്താം. എന്തായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ വരുന്നതും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണു. ശ്രീജിത്ത്, മന്ത്രിമാരുടെ ഒരു സംഘം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അവർ നിന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. എന്തുകൊണ്ട് ഈ കെട്ടിടം പൊളിച്ചു കളഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങൾ സർക്കാരിന് വിശദീകരിക്കേണ്ടി വന്നേക്കാം. തീർച്ചയായും ഇത് പൂർണ്ണമായും സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടങ്ങൾ ഇത് അടച്ചിടുക എന്നൊക്കെയുള്ളതാണ്. പിന്നീട് ഇത് പൊളിച്ചു കളയണമെങ്കിലും പുതിയ കൊട്ടേഷനൊക്കെ കൊടുത്ത ആളെ ഏർപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് നടപടികളിലേക്ക് കടക്കുക. മെഡിക്കൽ കോളേജിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണമൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും സർക്കാർ കാര്യങ്ങൾ അതിൻ്റെ ഒരു താമസത്തോടുകൂടി പലപ്പോഴും നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യമുള്ളത്, ഇത് ബലക്ഷയമുള്ള ഒരു കെട്ടിടമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ആളുകളെ, വാർഡിലുള്ളവരെ മാറ്റി പാർപ്പിച്ചിരുന്നു എന്നുള്ളത് ഒരു പരിധിവരെ നേരത്തെ മുന്നിൽ കണ്ട് ഇതിൽ ഒരു ഇടപെട്ടതിന്റെ ഒരു പരിധിവരെയുള്ള ഒരു ആശ്വാസമായി കാണേണ്ടതുണ്ട്. ഇതിൽ ഇപ്പോഴും ആളുകൾ കൂടുതലായി ഉപയോഗിച്ചത് ഇതൊരു ബാത്റൂം സൗകര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഒരു അപകടത്തിലേക്ക് എത്തിച്ചത്. അല്പസമയം മുമ്പ് സംസാരിച്ച ഡോക്ടർ TK ജയകുമാർ ചൂണ്ടിക്കാട്ടിയത് 2 പേരാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നുള്ളതാണ്. അതായത് ഈ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലത്ത് ഈ ബാത്റൂമുകളിലൊക്കെ വലിയ തിരക്കുണ്ടാകും. അപ്പോ ഇവിടെ 10ാം വാർഡിൽ നിന്നുള്ളവരായിരിക്കാം ഈ 14ാം വാർഡിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഈ ബാത്റൂമിൽ എത്തി
ഇത് ഉപയോഗിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു കാര്യമുള്ളത്, നിലവിൽ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള ഒരു ആശ്വാസകരമായ വിവരമാണ്. ഈ തെള്ളകത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നത്. അതിന് വളരെ അടുത്താണ് മെഡിക്കൽ കോളേജ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ആരോഗ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രി VN വാസവനും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും മറ്റ് സാധ്യതകൾ, ഇത് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, എവിടെയാണ് പിഴവുണ്ടായത്, ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം വൈകാതെ പരിശോധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം.